ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്കെയിൽ കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയല്ലോ. സ്കെയിലിൻ്റെ ഒരു ഡെക്കോറാണ്. സെയിലൊക്കെ ഇങ്ങനെ തേഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള സപ്ലിമെൻറ്റ്സാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു പേപ്പർ, 2 സ്കെച്ച്, നമുക്ക് ഇഷ്ടമുള്ള സ്കെച്ചാക്കാം, പിന്നെ ഒരു സ്കെയില്, പിന്നെ മോനോമാർക്കർ പെൻസിൽ. ഞാനിവിടെ പെൻസിൽ മതി വേണമെന്നില്ല, അപ്പോൾ ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് സ്കെയിലിൻ്റെ അതേ അളവിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. ഞാനിതവിടെ വരയ്ക്കുന്നുണ്ട്. അതേ അളവായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുറിച്ച പേപ്പറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവാണെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കത്രിക കൊണ്ടൊന്ന് മുറിക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, കറക്റ്റ് അളവിന് മുറിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്കെയിലിൻ്റെ ബാക്കിലായിട്ട് സ്കെയിലിൻ്റെ ആ പേപ്പറിൻ്റെ മുന്നിലായിട്ട് നമ്മളിങ്ങനെ ഈ 2 സ്കെച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ വരച്ചിട്ടുള്ളത് ഇങ്ങനൊരു ഡിസൈനാണ്. കാരണം ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് കൊണ്ടാണ് വരച്ചിട്ടുള്ളത്. ഇതുപോലൊരു വള്ളി വരച്ചിട്ട് സൈഡിൽ ലീവ്സ് വരച്ചിട്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് ജെറി പോലെ തോന്നിപ്പിക്കുന്നത് വരച്ചിട്ട് പിന്നെ കുറച്ച് ഹാർട്സ് വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സ്കെയിലിൻ്റെ ബാക്കിൽ അത് നമ്മൾക്ക് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോഴും കറക്റ്റാണോ നോക്കണം. അങ്ങനെ എനിക്കിവിടെ പശ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറ് ഒട്ടിക്കുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തപ്പോഴാണ് മനസ്സിലായത്, ചോറായിട്ട് ഒട്ടിക്കുമ്പോൾ നമ്മൾ സ്കെച്ച് കൊണ്ട് വരച്ചതല്ലേ, അപ്പോൾ അതവിടെ ഇങ്ങനെ തെറ്റിപ്പോവും. അപ്പോൾ നിങ്ങൾ ചോറ് കൊണ്ട് ഒട്ടിക്കാൻ നിൽക്കുക, നമ്മൾ പശ കൊണ്ട് തന്നെ ഒട്ടിച്ചാൽ മതി. നല്ല സൂപ്പർ സാധനമാണ്. സ്കെയിലൊക്കെ അങ്ങനെ തേഞ്ഞു പോയാൽ നമുക്ക് ഇനി വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. സ്കെയിൽ പൊട്ടി നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ തേയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ടാപ്പ് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അവിടെ ചുറ്റി കൊടുക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയല്ലേ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ബായ്.